ഈ ജെൻസി ജനറേഷനിൽ ട്രെയിനിങ് കൊടുത്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വരൂ, ഞാൻ നിങ്ങളെ സ്കിൽ ട്രെയിൻ ചെയ്ത് വിടാം. നിങ്ങൾ വരൂ, നിങ്ങളെ ഞാൻ അങ്ങനെ ആക്കി വിടാം. പക്ഷേ ആ സമയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫീഡ്ബാക്ക് വെച്ചിട്ട് ആദ്യം കുറച്ച് ബാഡായി, നല്ല രീതിയിൽ ബാഡായി. പക്ഷെ ഞങ്ങളുടെ ഫസ്റ്റ് ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫീഡ്ബാക്ക് വായിച്ചപ്പോൾ അതിലുണ്ടായിരുന്നു നൈസ് ട്രെയിനിങ്, ഡോണ്ട് ഡോണ്ട് റിപ്പീറ്റ്. റിപ്പീറ്റ്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആണ്. ഹായ്, ലീഡ് എസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് എഡു ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റിന്റെ സിഇഒ മിസ്റ്റർ ഇസാൻ ആൻഡ് GM മിസ്റ്റർ ജിൻഡോ. ഒരുപാട് MBA ഗ്രാജുവേറ്റ്സ് നമുക്കിടയിലുണ്ട്. എന്നാൽ MBAയുടെ കൂടെ പ്രൊഫഷണൽ ട്രെയിനിങ്ങും മുന്നോട്ട് കൊണ്ടുപോയ 2 ട്രെയിനേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. എനിക്ക് ഈ ട്രെയിനിങ് എൻവയോൺമെന്റിൽ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഓരോ MBA വിദ്യാർത്ഥിയും നിർബന്ധമായും പങ്കെടുക്കേണ്ട ട്രെയിനിങ് ഏതാണ്? അത് പേഴ്സണാലിറ്റി കമ്മ്യൂണിക്കേഷൻ തന്നെ. കാരണം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഫസ്റ്റ് ഞാൻ പറയുന്നു, ഈ പേഴ്സണാലിറ്റി ഈസ് നോട്ട് ഓൺലി ഫോർ ദി MBA കാൻഡിഡേറ്റ്സ്. എല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റി വേണം. കാരണം ഇപ്പോൾ ഒരു സക്സസ് ആയിട്ടുള്ള ആൾക്ക് അയാളുടെ പേഴ്സണാലിറ്റി അയാൾക്ക് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ എന്തേ പറ്റത്തുള്ളൂ, സക്സസിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഏതൊരാൾക്കും വളരെ ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആണ് വിത്തൗട്ട് ലിസണിങ്. കാരണം ലിസണിങ് ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ പൂർത്തീകരിക്കാൻ പറ്റില്ല. സുധാമൂർത്തിന്റെ ഒരു കഥയുണ്ട്, ഹൊറിഗല്ലു എന്നാണ് പേര്. അതിൽ ഹൊറിഗല്ലു എന്നുള്ള ഒരു കല്ലാണ്. അത് നമ്മളെ ബേർഡൻസ്, നമ്മളെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള ഒരു സാധനമാണ്. ഇതിനെയാണ് സുധാമൂർത്തി ശരിക്കും ലിസണിങ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത്. സോ അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് ആ ഒരു കഥ വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. സോ കമ്മ്യൂണിക്കേഷനും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഒരു MBA സ്റ്റുഡൻസിന് നിർബന്ധമായിട്ട് കിട്ടിയിരിക്കേണ്ട ട്രെയിനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്കിൽ ട്രെയിനിങ്ങും മൈൻഡ് സെറ്റ് ട്രെയിനിങ്ങും ഉണ്ടല്ലോ, അതിലേതാണ് പ്രധാനപ്പെട്ടത്? ആക്ച്വലി ഇതൊരു മിത്താണ്. കാരണം നമ്മളെ ചെറുപ്പം തൊട്ടേ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അയാൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ മൈൻഡ് അയാൾ സെറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ വിരാട് കോഹ്ലി നാളെ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുന്നു, അയാൾ നന്നായിട്ട് കളിക്കും. പക്ഷെ അയാൾക്ക് മൈൻഡിൽ എനിക്ക് ഇത്ര എന്താണ് ഒരു സെഞ്ചുറി അടിക്കണം എന്ന് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് സെഞ്ചുറി അടിക്കാൻ പറ്റുള്ളൂ. അയാളുടെ സ്കില്ല് മാത്രം അയാൾ ഫോക്കസ് ചെയ്ത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോ ഐ തിങ്ക് മൈൻഡ് സെറ്റ് ട്രെയിനിങ് ഈസ് ബെറ്റർ ഓർ ഇമ്പോർട്ടൻറ്റ്. ട്രെയിനിങ്ങിനെ കുറിച്ച് ആളുകൾക്കുള്ള തെറ്റായ ധാരണ എന്താണ്? ട്രെയിനിങ്ങിനെ സംബന്ധിച്ച് ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് ട്രെയിനിങ് മോട്ടിവേഷൻ ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ്. എല്ലാ ട്രെയിനിങ്ങും മോട്ടിവേഷൻ ആണ് അല്ല. ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്ത് വേ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ അവർ സഞ്ചരിച്ചാൽ അവർ സക്സസ് ഗെയിൻ ചെയ്യും. മോട്ടിവേഷൻ എന്ന് പറയുന്നത് അവരെ സെൽഫ് കോൺഫിഡൻസ് മാത്രം ഇമ്പ്രൂവ് ചെയ്യാൻ, അവരെ എൻകറേജ് ചെയ്യാനും വേണ്ടി മാത്രമുള്ളതാണ്. സോ ഇത് രണ്ടാണ് ശരിക്കും. സോ ഇതാണ് നമുക്കുള്ള മെയിൻ ആയിട്ട് വരുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. പൊതുവെ സമൂഹത്തിലുള്ള വേറൊരു ടോക്കും കൂടി ഉണ്ട്. കോട്ട് ഇട്ടിട്ട് ട്രെയിനിങ് എടുത്താൽ അത് മോട്ടിവേഷനും, കോട്ട് ഇടാതെ ചെയ്താൽ ഉപദേശവും എന്നുള്ള സാധനം. സോ ഇത് രണ്ടാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു തെറ്റിദ്ധാരണയാണ് മെയിൻ ആയിട്ട് ട്രെയിനിങ്ങിൽ വരുന്നത്. ട്രെയിനിങ് നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്? ഉറപ്പായിട്ടും. കാരണം ട്രെയിനിങ് ഞങ്ങളുടെ വ്യക്തിഗത വളർച്ച സാധിച്ചെന്ന് വെച്ചാല്, ഇപ്പോ ഒരു സ്റ്റുഡന്റ് ഇല്ലെങ്കിൽ ഏതൊരു പേഴ്സൺ ആയിക്കോട്ടെ, അപ്പൊ അവരുടെ പേഴ്സണാലിറ്റി ഗ്രോത്ത് ചെയ്യാനായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു ബാക്ക്ബോൺ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടണം. ട്രെയിനിങ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പേഴ്സണാലിറ്റി ഗ്രോ ആകാനായിട്ട് ഏറ്റവും സഹായിച്ച ഒന്നാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. കാരണം പല കോളേജുകളിൽ പോകുന്നു, ഏകദേശം 500ഓളം കുട്ടികളായിട്ട് ട്രെയിനിങ് എടുക്കുന്നു. അപ്പൊ ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വ്യക്തിഗത നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറയുന്നതാണെങ്കിൽ എന്റെ ഫസ്റ്റ് ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞപ്പോ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ വിശ്വസിച്ച ഒരു കാര്യമാണ്. അപ്പൊ എന്താണ്, ഇപ്പൊ ഞാൻ ഫസ്റ്റ് ട്രെയിനിങ് എടുത്തു, ഞാൻ വളരെ പേടിച്ച് മൈക്ക് എടുത്ത് വിറച്ച് എന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇറങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഐ ക്യാൻ, എന്നെ കൊണ്ട് പറ്റും. അപ്പൊ ഞാൻ എന്നെ തന്നെ റിയലൈസ് ചെയ്തൊരു മൂമെന്റ് ആയിരുന്നു. അപ്പൊ പേഴ്സണാലിറ്റി വളർത്താനായിട്ട് ഗ്രോ അപ്പ് ആക്കാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിങ് ഒരു വലിയ പാട്ടാണ് ലൈഫിൽ. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തിഗത ഇമ്പ്രൂവ് ആയ ഫീഡ്ബാക്കിന് വളരെയധികം പങ്കുണ്ട്. ഞാനൊക്കെ ഫസ്റ്റ് ട്രെയിനിങ് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഈ ആദ്യം ഫീഡ്ബാക്ക് കിട്ടിയ സമയം ഓർമ്മയുണ്ടോ? ആ ഒരു ബാഡാണ് ഇപ്പൊ ഇവിടെ ഇരുന്നൊരു പോഡ്കാസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. സോ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തിഗതയിൽ ഉണ്ടായ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രെയിനിങ്ങിന് മുൻപും ശേഷമുള്ള നിങ്ങളുടെ ആത്മവിശ്വാസങ്ങൾ എങ്ങനെയാണ്? ബിഫോർ ആൻഡ് ആഫ്റ്റർ കോൺഫിഡൻസ് ലെവലിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, ആദ്യമൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് മോശമായിരുന്നു.
അതുപോലെ നമുക്ക് അറിയില്ല എങ്ങനെ പിള്ളേരായിട്ട് ഇന്ററാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരെങ്ങനെ കയ്യിലെടുക്കാം, ഇതിനെ കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ല. പിന്നെ ഞാൻ അത്യാവശ്യം സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായിരുന്നു. എനിക്ക് ആദ്യം കൈവര ഉണ്ടായിരുന്നു, നടക്കുമ്പോൾ ഉള്ള പ്രശ്നം ഉണ്ടായിരുന്നു, സംസാരിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഫസ്റ്റ് ലെവലിൽ എന്റെ ഒരു സാധനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇതിലേക്ക് വന്നപ്പോ ഇപ്പൊ നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നുണ്ട്, ഒരു വേദി കയറി സംസാരിക്കുന്നുണ്ട്, ഇന്ന് ഞങ്ങൾ ഒരുപാട് ട്രെയിനിങ് സെഷൻസ് ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. സോ ഇതാണ് ആക്ച്വലി ഇപ്പൊ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനോട് തന്നെ ഞാൻ ആഡ് ഓൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോ ആദ്യം ട്രെയിനിങ്ങിലേക്ക് കയറുമ്പോൾ എനിക്ക് ഇത് തന്നെയാണ് ഒരു ഷിവറിങ്, അതുപോലെ എന്റെ ഗസ്റ്റേഴ്സിന് ഭയങ്കര വ്യത്യാസം. അപ്പോ അതിനെ ഞങ്ങൾ ഓവർകം ചെയ്യാണ്ട് ഹിഡൻ ചെയ്തു. അതായത് ഒരു പെന്ന് യൂസ് ചെയ്തു, ആ പെന്നിന്റെ ക്യാപ്പ് ക്ലോസ് ചെയ്തു, ഓപ്പൺ ചെയ്ത് ഞങ്ങളെ വോക്ക് ചെയ്തു, ഗസ്റ്റേഴ്സ് മാറ്റി. അതുപോലെ തന്നെ ഞങ്ങളുടെ ട്രെയിനിങ് ഗുരു പ്രൊഫസർ സോൾവിൻ കഴിഞ്ഞു അല്ലെ, സോൾവിൻ സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എങ്ങനെ ഓഡിയൻസ് ഇന്ററാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ട്രെയിനിങ് സെക്ഷൻ എടുത്തു തരണം എന്ന് ഞങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യും. പിന്നെ ആഫ്റ്റർ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആണ് അല്ലെ. ഞങ്ങളുടെ ഫസ്റ്റ് ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫീഡ്ബാക്ക് വായിച്ചപ്പോൾ അതിലുണ്ടായിരുന്നു നൈസ് ട്രെയിനിങ്, ഡോണ്ട് റിപ്പീറ്റ്. അങ്ങനെ ഒരു ആഫ്റ്റർ എനിക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ മാറി ഞങ്ങൾ സെൽഫ് കോൺഫിഡൻസോടും കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വി ആർ വില്ലിങ്. ഈ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, അല്ലെങ്കിൽ കോളേജ്. അപ്പോ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്? ഉറപ്പായിട്ടും. കാരണം സൊസൈറ്റി എന്ന് പറയുന്നത് ട്രെയിനിങ് സെക്ഷനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടീനെ കാണാൻ ഭംഗിയുണ്ടെന്ന് ഒരു 100 പേര് പറയും. 100 പേര് ഒരു കുട്ടീനെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഒരാൾ പറയുന്നു നിന്നെ കാണാൻ ഭംഗിയില്ല. ഈ 100 പേര് പറഞ്ഞതിന് എന്ത് ചെയ്യും? വിടും, മറക്കും. എന്നിട്ട് ഈ ഒരാൾ പറഞ്ഞത് ആലോചിച്ച് ഒരു കോൺഫിഡന്റ് ഇല്ലാതെ ഒരു കാര്യത്തിലും എന്താണ് പറയുന്നത് ഒന്ന് ഫോക്കസ്ഡ് ആവാണ്ടുള്ള ജീവിതം പോകും. അതാണ് ഈ സൊസൈറ്റി ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നന്നായിട്ട് ട്രെയിനിങ് എടുക്കുമ്പോൾ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നോട് പറയുവാണ് എന്ത് ട്രെയിനിങ് ആണ്, എന്തിനു കൊള്ളാണ് എന്ന് പറഞ്ഞാൽ തീർന്നു അവിടെ. ജിന്റെ ഈ ഒരു സ്റ്റോറി പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ചെയ്യാൻ. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തൊരു പയ്യൻ ഉണ്ടായിരുന്നു. അവന് ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തീവ്രമായ ആഗ്രഹമാണ്. അങ്ങനെ ഇവനെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിനൊക്കെ ചേർന്നു. ഇവൻ ഡെയിലി ഫൗണ്ടേഷൻ കോഴ്സിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് എന്താ പറയാ, ആൾ നല്ല മോട്ടിവേറ്റഡ് ആണ്, സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അവനൊരു ദൃഢനിശ്ചയം ഉണ്ടായി, ഐ വിൽ ബിക്കം എൻ IAS ഓഫീസർ എന്നുള്ളൊരു ദൃഢനിശ്ചയം എല്ലാം വന്നു. അപ്പോ ഒരു ദിവസം ഞാൻ ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഇവന്റെ ഒരു അമ്മായി, നമുക്ക് എല്ലാവർക്കും കാണും ഇങ്ങനെ ഒരു അമ്മായി. ഈ അമ്മായി വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇവൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നു. വന്ന് കഴിഞ്ഞപ്പോ അവിടെ ചോദിച്ചു നീ എവിടെ പോയായിരുന്നു, ഇന്ന് സൺഡേ ആയിരുന്നു, നീ എവിടെ പോയായിരുന്നു ചോദിച്ചു. അപ്പൊ ഇവൻ പറയാം ഞാൻ സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ഭയങ്കര ആത്മവിശ്വാസത്തിലൂടെയാണ് പറയുന്നത്, ഞാൻ സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, IAS എന്നുള്ള ഒരു പുറപ്പാടിലാണെന്ന്. അമ്മായി ഒറ്റ ഒരു കാര്യം എന്നോട് ചോദിച്ചു, ഒരു സിമ്പിൾ സാധനം, നീയോ? അവിടെ അവന്റെ കോൺഫിഡൻസ് ലെവൽ എന്തായി? ലെവലിൽ താഴ്ന്നു. സോ കോൺഫിഡൻസ് അത്രത്തോളം പ്രാധാന്യം കൂടി ഉണ്ട്. ജിന്റെ ഒരു പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കാൻ, ഈ ഇപ്പോഴത്തെ ജെൻസി ജനറേഷൻ നിങ്ങൾ എങ്ങനെ ഈ ട്രെയിനിങ്ങിലൂടെ കൈകാര്യം ചെയ്യുന്നു? ശരിക്കും ഈ ജെൻസി ജനറേഷനിലേക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് കാര്യമില്ല, ക്ലീശകൾ ഒഴിവാക്കാതെ. കാരണം ട്രെയിനിങ്ങിൽ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ റിപ്പീറ്റഡായി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണ് ക്ലീശേഴ്സുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ട്രെയിനർ നമ്മളെ ക്ലാസ് എടുക്കാൻ വേണ്ടി വരികയാണ്. പുള്ളി ആദ്യം നമ്മൾ എന്ത് ചെയ്യും? വിഷ് ചെയ്യുമ്പോൾ പുള്ളി ഗുഡ് മോർണിംഗ് പറയും. അപ്പൊ നമ്മൾ തിരിച്ച് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ വോളിയത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. സോ പുള്ളി വീണ്ടും ഗുഡ് മോർണിംഗ്. ഒരു 1-2 പ്രാവശ്യം പുള്ളി ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ തന്നെ എന്താവും? കുട്ടികൾ ഡൗൺ ആവുന്നതാണ് എന്റെ ഒരു ഇപ്പത്തെ ജെൻസി ഇത് വെച്ചിട്ടാണ് പറയുന്നത്. സോ അവർക്ക് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത് അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ യെസ് ഇത് എനിക്ക് റിലേറ്റബിൾ ആണ്, അല്ലെങ്കിൽ ഇത് ഞാനാണ്, ഇതിൽ ഞാനുണ്ട്, ഇങ്ങനെ ഒരു തോന്നൽ നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് കൊണ്ടുവരും. അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കഷൻ വേണം. ഇപ്പോഴത്തെ ജെൻസി എന്ന് പറഞ്ഞാല് റീൽസ് യുഗമാണ്. അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, റീൽസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ ട്രെൻഡിങ് മ്യൂസിക്സ്, അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ ആവേശം വരുന്നത്. സോ നമ്മളും അപ്ഡേറ്റ് ആവുക എന്നുള്ളത് ഇതിലൊരു വലിയ ഘടകമാണ്. സോ ജെൻസിയെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഷുഡ് ബി അപ്ഡേറ്റഡ് ആൻഡ് മോർ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു ട്രെയിനർ ആവാൻ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ജനറേഷൻ കൊടുക്കേണ്ട അഡ്വൈസ് എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ ജനറേഷന് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് എന്ന് പറയുകയാണെങ്കിൽ, ഒരു ട്രെയിനർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു ട്രെയിനർക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ അയാൾക്ക് കണ്ടന്റ് വേണം. അവർക്ക് എവിടെ എങ്ങനെ കണ്ടന്റ് കിട്ടും? ബൈ റീഡിങ് ബുക്സ്, മൂവി റെഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ട്രെയിൻ ചെയ്ത ആൾക്കാരുടെ അടുത്ത് നിന്നുള്ള റെഫറൻസ് വരെ ഉണ്ടാവും.
സോ കോൺസ്റ്റന്റ്ലി ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം. പിന്നെ പോരാതെ സ്റ്റേജിൽ കയറാനുള്ള ഫിയർ ഉണ്ടാവാൻ പാടില്ല. അത് മാറ്റിയെടുക്കും വേണം. ഇത് 2 അഡ്വൈസ് ആണ് എനിക്ക് കോമൺലി തരാനുള്ളത്. പിന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷൻ നമുക്ക് നമ്മളെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. ട്രെയിനർ പ്രോഗ്രാം, ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കിടയിലുള്ള ആളുകൾക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ട്രെയിനർ. ആൻഡ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ പേജിൽ അപ്ലോഡ് ആവുന്നതാണ്. നമ്മൾ പേജ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് ഫോളോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ് ട്രെയിനർ ആവാം. പിന്നെ ഈ ഒരു സെഷൻ കൊണ്ട് മാത്രം ഒരു ട്രെയിനർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതിൽ മോറോവർ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.